മോഡിഫൈഡ് സ്വിഫ്റ്റ് ഡീസൽ നോക്കുന്ന പയ്യന്മാർക്കും ഫാമിലിക്കും വേണ്ടിയാണ് ചക്കർ ലോകം എന്ന് ഈ ഒരു വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു കിടിലം സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്ത് അലോയ്സ് എല്ലാം പറയുന്ന കിടിലം സ്വിഫ്റ്റ് വാഹനമാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഫുൾ കണ്ടീഷനും കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ബോണറ്റിൽ തന്നെ കണ്ടറിയാം അത്യാവശ്യം നല്ല കിടിലം നമ്മൾ റെഡും ബ്ലാക്കും സ്റ്റിക്കർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കിയാൽ ലൈറ്റ് നല്ല ഡാർക്ക് ആയിട്ട് തന്നെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ ഫോഗ് ലൈറ്റിന് ചെറിയൊരു യെല്ലോ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രണ്ട് ലുക്കിലൊക്കെ കിടിലം ക്വാളിറ്റിയാണ്. പിന്നെ ഇപ്പം ഈ റീസെൻ്റ്ലി വണ്ടി ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് ഫുൾ ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണ്. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കിയപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഏതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ കാണില്ല. അത്ര ക്വാളിറ്റിയാണ് വണ്ടി വരുന്നത്. അതും അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ് എടുത്ത് ഏകദേശം ഒരു 10 ദിവസം പോലും ആയിട്ടില്ല. അത്ര ക്വാളിറ്റി അലോയ്സ് ആണ്. R14 ഈ വണ്ടിയുടെ സെയിം ടയറിൽ സപ്പോർട്ട് ആവുന്ന R14 സൈസ് വരുന്ന അലോയ് വീലാണ്. അകത്ത് റെഡ് ലൈനെല്ലാം വരുന്ന ഒരു ബ്ലാക്കും സിൽവറും കൂടെ വരുന്ന ഒരു കിടിൽ അലോയ്സ് വണ്ടിയിലുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഒരു സ്പോട്ടി ലുക്കെല്ലാം കിട്ടാൻ വേണ്ടി ഈ ഒരു അലോയ്സ് മാത്രം മതി. പിന്നെ സൈഡ് നമുക്ക് കണ്ടതിനറിയാം ഒരു വലിയ രീതിയിൽ മോളിൽ തുടങ്ങി ഇങ്ങനെ താഴെ അറ്റം ഒരു കിടിലം രീതിയിൽ തന്നെ ഒരു റെഡും ബ്ലാക്കും കൂടി വരുന്ന ഡിസൈനിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പയ്യന്മാർക്കൊക്കെ അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഗ്ലാസ്സിൽ തന്നെ കാണാം ഏകദേശം 80% കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഡാർക്ക് ആയിട്ട് തോന്നും. അകത്ത് അത്യാവശ്യം ഒരു ചെറിയ വ്യൂ ഉണ്ട്. എന്നാൽ പോലും വണ്ടിക്ക് ഒരു കിടില സ്പോട്ടി ലുക്കാണ്. നമുക്കിനി വണ്ടിയുടെ ഇന്റീരിയറിൽ നോക്കാം. ഇന്റീരിയർ നമുക്ക് LD വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ പവർ വിൻഡിൽ വണ്ടി വരത്തില്ല. അപ്പോൾ അഡീഷണൽ ഫിറ്റ് ചെയ്ത പവർ വിൻഡുകൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഗ്രിപ്പെല്ലാം ഇപ്പം നിലവിൽ അടിച്ചേ ഉള്ളൂ. പുതിയ സീറ്റ് വരണം. നല്ല ക്വാളിറ്റിയിലുള്ള നമ്മൾ ഒരു നല്ല തൈ സപ്പോർട്ടൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ബക്കറ്റ് സീറ്റുകൾ അടിച്ചിട്ടുണ്ട്. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. നമുക്ക് ഒരു പഴയ ടെസ്റ്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വണ്ടി ഇരിപ്പുണ്ട്. പിന്നെ വുഡിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിൽ നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ നിലവിൽ ഇന്ത്യയിലെ ഭാഗം നമുക്ക് ചെയ്യേണ്ട നിലവിലൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വർക്കിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റ് നോക്കണമെങ്കിൽ പോലും റിയർ ഇപ്പം നിലവിൽ സീറ്റ് അവർക്ക് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇതിൻ്റെ റിയർ നോക്കിയാൽ പോലും നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ബ്ലാക്കും റെഡും വരുന്ന സ്റ്റിക്കർ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ LDA സ്വിഫ്റ്റിൻ്റെ സിമ്പിൾ കാര്യങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും ബാക്കിൽ ലൈറ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് ബാക്കിലുണ്ട്. ഇവിടെയും വേറെ ഒരു തരത്തിലുള്ള സ്ക്രാച്ചോ ഒന്നുമില്ല. കാരണം വണ്ടി ഇപ്പം കുറച്ചൊന്ന് ടച്ച് ആൻഡ് ബോൾ ചെയ്തേ ഉള്ളൂ. പക്ഷേ റീപ്ലേസ് ഒന്നുമില്ല. ഒരു ഗ്ലാസോ ഡോറോ ഒന്നും മാറിയില്ല. ഫുൾ കണ്ടീഷനാണ്. ലെഫ്റ്റ് നോക്കിയാൽ നമുക്ക് ഇവിടെ സെയിം സ്റ്റിക്കർ വർക്കെല്ലാം ഉണ്ട്. പിന്നെ ഡീസൽ എന്ന് അറിയാൻ വേണ്ടി ഡീസൽ എഴുതി വെച്ചിട്ടുണ്ട്. ചില പമ്പിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ തെറ്റിപ്പോയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡും ഹൈ ക്വാളിറ്റിയാണ്. ആകെ ഉള്ളത് മിററിൻ്റെ മുകളിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതേ ഉള്ളൂ. വേറെ അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ബോഡി നോക്കുകയാണെങ്കിൽ വണ്ടി ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. കാരണം അലോയ്സൊക്കെ ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ഏകദേശം എനിക്കൊന്ന് സ്റ്റിക്കർ വർക്ക് പെയിൻറ്റിങ്ങിൽ ഉൾപ്പെടെ ഏകദേശം ഒരു 10-60,000 മോഡൽ വർക്ക് ചെയ്ത വണ്ടിയായത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ട്. മാരുതിയുടെ പഴയ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പവറാണ് സുസുക്കിയുടെ അപ്പോഴത്തെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ. എഞ്ചിൻ റൂം അത്യാവശ്യം വൃത്തിയുണ്ട്. കാരണം സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ധാരാളം ഓടി അലഞ്ഞ വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് എഞ്ചിൻ ഭാഗം എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ വന്ന് ഈ ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും ഇപ്പം അങ്ങനെ പെട്ടെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് നോക്കി ഫുൾ കണ്ടീഷൻ നോക്കി മാത്രം വണ്ടി എടുത്താൽ മതി. നിലവിൽ ഈ വണ്ടി ടെർബോ കാര്യങ്ങൾ വർക്കിംഗ് ആണ്. എഞ്ചിനൊക്കെ സ്മൂത്താണ്. ക്ലച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് വന്ന് വണ്ടി കണ്ട് വർക്ക്ഷോപ്പിൽ നിന്നുള്ള കാണിച്ചൊക്കെ വണ്ടി എടുക്കാം. ഇപ്പം നിലവിൽ ഈ വണ്ടിക്ക് ചക്കർ ലോകവും കസ്റ്റമറും ചോദിക്കുന്ന വില 3,90,000 രൂപയാണ്. 3,90,000 രൂപ. അപ്പോൾ നിങ്ങൾക്കത് വന്ന് കണ്ടിട്ട് കണ്ടീഷൻ നോക്കിയിട്ട് വില പറഞ്ഞാൽ മതി. കാരണം അത്യാവശ്യം വർക്കെല്ലാം ചെയ്ത വണ്ടിയാണ് ഈ ഒരു വില വരുന്നത്. ഏകദേശം ഒരു 60,000-70,000 മുകളിൽ തന്നെ വണ്ടിയിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് മുടക്കിയാണ് ഇത്രയും ഒരു രൂപത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പയ്യന്മാർക്ക് കൊണ്ട് നടക്കാനും ഫാമിലീസിനെല്ലാം കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഫിനാൻസിൻ്റെ ഓപ്ഷനും ഉണ്ട്. നിലവിൽ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 50 ഡൗൺ പേയ്മെൻറ്റ് വണ്ടി ഇറക്കാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇത് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം കരകുളം.